സോഷ്യൽ മീഡിയയിൽ കത്തിജ്വലിക്കുന്ന ഒരു ഐറ്റം, വൈറലായി പ്രചരിക്കുന്ന ഒരു വീഡിയോ. സംഗതി ആദ്യം കണ്ടവരൊക്കെ ഒന്ന് ഞെട്ടുകയാണ് ചെയ്തത്. കാരണം സംസാരിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന AK നായനാരാണ്. എങ്ങനെയാണ് നായനാർ സംസാരിക്കുക? കുറേ കാലമായില്ലേ സഖാവിനെ കണ്ടിട്ട്. അമ്പരപ്പെന്ന് പറഞ്ഞാലും പോരാ, അസാധ്യമെന്നാണ് പലരും അതിനടിക്കുറിപ്പായി കുറിച്ചത്. ശരിക്കുമുള്ള സത്യാവസ്ഥ എന്തെന്നാൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വീഡിയോ ആണിത്. AIക്കെതിരായിട്ടുള്ള സമീപനത്തിൽ ഇരട്ടത്താപ്പുമായി CPM രംഗത്ത് വരുന്നുവെന്നാണ് പിന്നാലെ ഏവരുടെയും കുറ്റപ്പെടുത്തൽ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ AIയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകൾ ഇതിനുദാഹരണം തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി അടക്കം AIക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ തയ്യാറെടുത്തപ്പോഴാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ആശംസ നേർന്നുകൊണ്ട് സാക്ഷാൽ EK നായനാരുടെ AI വീഡിയോ തന്നെ CPM പുറത്തിറക്കിയത്. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ വീഡിയോയാണ് സംസ്ഥാന സമ്മേളനത്തിന് സഖാക്കളെ ക്ഷണിച്ചുകൊണ്ട് നായനാരിങ്ങനെ സംസാരിക്കുന്നത്. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് AI എന്നാണ് പാർട്ടി കോൺഗ്രസിനായുള്ള രാഷ്ട്രീയ പ്രമേയത്തിൽ ഉയർത്തിക്കാട്ടുന്ന വിമർശനം. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി തന്നെ EK നായനാരുടെ AI വീഡിയോ തന്നെ തയ്യാറാക്കിയതിനെയാണ് ഏവരും കുറ്റപ്പെടുത്തുന്നത്. ഇതിനെ തന്നെയല്ലേ ശരിക്കുമുള്ള ഇരട്ടത്താപ്പെന്ന് പറയേണ്ടതെന്നാണ് ഏവരും ചോദിക്കുന്നത്. ഭരണ തുടർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നത് നായനാരാണ്. എന്തുകൊണ്ട് ഇടതുപക്ഷം, ഇടതിൻ്റെ ജനകീയ അടിത്തറ എന്ത്, ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് നായനാർ അണികളെ ക്ഷണിക്കുകയാണ്. സഖാക്കളെ 100 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ലെന്നല്ലേ അവരെല്ലാം പറഞ്ഞത്. എന്നിട്ടെന്താ, ഞാൻ മുഖ്യമന്ത്രിയായില്ലേ, VS ആയി, പിണറായി ആയി, നമ്മുടെ പിണറായി 2ാമത് മുഖ്യമന്ത്രി ആയില്ലേടോ. എന്തുകൊണ്ടാണത്? ജനത്തിന് വേണ്ടത് നമ്മളാണോ? ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തത് ആരാ? കോൺഗ്രസ്സുകാരാ? BJPക്കാരാ? അവരൊന്നുമല്ല, നമ്മളാ. നാടിന് വികസനം വേണ്ടേ? ആര് പാര വെച്ചാലും അതൊന്നും വകവെച്ച് കൊടുക്കരുതെന്നും പോരാടണമെന്നും അതിന് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നുമാണ് AI നായനാർ പറയുന്നത്. സംസ്ഥാന സമ്മേളനം ഉഷാറാക്കാനും ഏവരോടും ആവശ്യപ്പെടുന്നുണ്ട്. നാട്ടിലെ ജനങ്ങളൊക്കെ തങ്ങളോടൊപ്പം നിൽക്കുമെന്നും AI വീഡിയോയിലൂടെ, AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ വീഡിയോയിലൂടെ നായനാർ പറയുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ഇത് പ്രചരിക്കുന്നു, വൈറലായി തന്നെ ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ CPMൻ്റെ AI നിലപാട് എന്ത് എന്നുള്ളതും ചർച്ചയാവുകയാണ്. AI എന്നാൽ വ്യക്തിവിവരങ്ങൾ ചോർത്തുന്നതാണെന്നും അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുമാണ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പറഞ്ഞ് പണി മേടിച്ചും പിന്നീട് തിരുത്തി പറഞ്ഞുമൊക്കെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് തൊട്ട് പിറകെ വലിയൊരു തലവേദനയായി ഈ വീഡിയോ മാറുന്നത്, നായനാർ മാറുന്നത്. 60% മനുഷ്യൻ്റെ അധ്വാനശേഷിയെ പൂർണ്ണമായും AI ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുമെന്ന് MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു. AIക്കെതിരെ കടുത്ത നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ഇതിനിടയ്ക്ക് തന്നെയാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണ വീഡിയോ പ്രചരിച്ചതും ചർച്ചയായതും വലിയ തലവേദനയാകുന്നത്. പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായ നടപടി CPMൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുവെന്നാണ് ഇവരും വിമർശനം കടുപ്പിക്കുന്നത്. ഇതുവരെയും പാർട്ടി തലത്തിൽ നിന്നുള്ള പ്രതികരണം ഒന്നും തന്നെ കേൾക്കാൻ സാധിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് പള്ളി വാർത്ത.